ഞാൻ കുറച്ച് അവൽ മിച്ചർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ വെള്ള അവൽ വാങ്ങിയിട്ടുണ്ട്. അത് അതിന് നല്ലത്. അപ്പോൾ അത് വാങ്ങിയിട്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് അതിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറേശ്ശെ അത് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇട്ട വശം അത് വേഗമാവും കേട്ടോ. അധികം നോക്കി നിൽക്കാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്ത് പെട്ടെന്നാവും. പെട്ടെന്ന് തീ കുറച്ച് വെച്ച് ഓഫ് ചെയ്തിട്ടൊക്കെ നമുക്ക് അത് ആക്കിയെടുക്കാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് അത് മാറ്റാം. അതിൻ്റെ അങ്ങനെ എല്ലാം 1 കിലോ ഞാൻ അവലിൽ ഉണ്ടാക്കുന്നുണ്ട്, കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയ അവലാണിത്. ഇത് ലാസ്റ്റത്തെയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ മൊരിച്ചെടുക്കണതുണ്ട്. ഞാനങ്ങനെയല്ല, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലാസ്റ്റത്തെയാണ് ഞാൻ കോരിയെടുക്കണത്. അതിൻ്റെ ഇപ്പോൾ അവല് ഉണ്ടാവുമ്പോൾ ആ അവല് ചെല്ലും. പിന്നെ പൊട്ടുകടല, പിന്നെ കപ്പലണ്ടി, പൊട്ടുകടല, കപ്പലണ്ടി ഇതൊക്കെ നല്ലത് തന്നെയാണ്. നട്ട്സ്, പിന്നെ ബദാമുണ്ട്, മുന്തിരിയുണ്ട്, അവലും നല്ലതാണ്. അപ്പോൾ അത് കുട്ടികൾക്കാകുമ്പോൾ ഈവനിങ്ങിൽ ചായ പാലെന്താ കൊടുക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അതിനുള്ള സാധനം ഞാൻ വാങ്ങിച്ചാണ്. 1/2 കിലോ പൊട്ടുകടല വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ മുന്തിരി വാങ്ങിയിട്ടുണ്ട്, പിന്നെ കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടില്ല, ബദാമുണ്ട്, പിന്നെ അവൽ. ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ വറുത്തെടുക്കണം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിൽ എടുക്കണം, സൺഫ്ലവർ ഓയിലിൽ ഒക്കെ എടുക്കാം. ഏതോ ഓയിലായാലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണയിലാക്കി എടുക്കണം. വെള്ളവിലാണ് ഇതിന് നല്ലത്, കനം കുറഞ്ഞ വെള്ളവിൽ. കട്ടിയുള്ളതാകുമ്പോൾ കട്ടിയുണ്ടാകുമ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇത്തിരി പാടാണ്. ഇത് വേഗമാവും ചെയ്യും, രസമുണ്ട്, നല്ല രസമുണ്ട്, നൈസാണത്. ഇനിയിപ്പോൾ ഇതായിട്ടുണ്ട്, ഇത് മുഴുവനാക്കിയെടുത്തു. ഇനി കപ്പലണ്ടിയാണ്. കപ്പലണ്ടി ഞാൻ പച്ച കപ്പലണ്ടി വാങ്ങിച്ച് വറുത്തൊന്നുകൂടി നല്ല കേട്ടോ. എനിക്ക് എളുപ്പത്തിൽ ഞാൻ വറുത്ത കപ്പലണ്ടിയാണ് വാങ്ങിയാണ്. അപ്പോൾ അത് പെട്ടെന്നാവും. പിന്നെ ഞാനതിൽ ബദാം ഇട്ടിട്ടൊന്ന് ഇതാക്കിയെടുക്കും, കേടാവാണ്ടിരിക്കാനാണ്. ബദാം ഇങ്ങനെ പച്ച കൊടുക്കുന്നത് നല്ലത്, പക്ഷെ അവൻ കഴിക്കില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കും. അപ്പോൾ ഇത് മുന്തിരി, ഇതിൻ്റെ ഇടയിൽ ഞാൻ പൊട്ടുകടല വറുത്തുണ്ടായിരുന്നു, അത് അതിൽ കിട്ടിയില്ല. അപ്പോൾ കുറച്ച് നാളത്തേക്കായി മാറി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ദിവസം കൊടുക്കുമ്പോൾ ഇതതിൻ്റെ ഇടയിൽ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ നേരത്ത് വന്നിട്ട് ചോദിക്കും. ഇതൊരു 2 മണിക്ക് ഇത് അധികം വറവ് കൊടുക്കുന്നതല്ല, എന്നാലും പിന്നെ നട്ട്സല്ലേ, നട്ട്സൊക്കെ ചെന്നോട്ടെ. ഇനിയിപ്പോൾ ഞാനൊരു ഒത്തിരി വലിയ ഒരു ഉരുളി പോലത്തെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അതിലിടണമല്ലോ. അപ്പോൾ അതിൽ ചേർക്കണത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം, ഇതൊക്കെയാണ് ഇടണത്. പാകത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര ഞാൻ ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഉപ്പാണ്, ഉപ്പ് ചേർത്തു. സ്വല്പം കായപ്പൊടി ചേർത്തു. കായപ്പൊടിയൊക്കെ എന്തായാലും ചേർക്കണം.
ഈ നട്ട്സ് സാധനങ്ങളൊക്കെ പഞ്ചസാര പൊടിച്ചത് ഞാനിപ്പോൾ ഇത്തിരി ചേർക്കും. അത് ചേർത്ത് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാ നട്ട്സും അതിലിടാം. എന്നിട്ടത് അതിലൊന്ന് കിടന്നിട്ട് അതിന്മേലത്തെ ഉപ്പും ഒരു ചെറിയ മധുരവും ഒക്കെ പിടിക്കണം. ഈ നട്ട്സ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അവലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്ത് കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, ഞാൻ തന്നെ ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, വേറെ സാമഗ്രികളൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.